വെൽക്കം ബാക്ക് ടു പഴംപൊരി ആൻഡ് പാസ്പോർട്ട്. സോ വല്ലാത്തൊരു വെൽക്കം ബാക്ക് ആണ് ഇതെന്നറിയാം. കാരണം കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. സോ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പണ്ടത്തെ യൂണിവേഴ്സിറ്റിയിലാണ് നിൽക്കുന്നത്. അതായത് ഹൊബ്ദ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ലുണ്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഴ പെയ്യാൻ പോകുന്നുണ്ട്. മഴ പെയ്തു. സോ ഇവിടെ ഞാൻ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ എന്തായാലും കണ്ടുവരും. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം ഏകദേശം 5 മണിയാണ്. ഞാനും ലക്ഷ്മിപ്രിയയും കൂടി 2 ദിവസത്തേക്ക് നാട് വിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ബസ് ഒരു 5:05 അപ്പോൾ 5 മിനിറ്റും ഉണ്ട്. ഞങ്ങളും ഉണ്ട്. ലക്ഷ്മിപ്രിയ എത്തിയിട്ടില്ലല്ലോ. ഓക്കെ, വെയിറ്റിംഗ്. സോ ഞാനും ലക്ഷ്മിപ്രിയയും ഞങ്ങൾ മാസ്റ്റേഴ്സ് കോഴ്സ് എൻറോൾ ചെയ്തത് സ്കോഫ്ഡ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇവിടെ ലുണ്ട് യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളുടെ മാസ്റ്റേഴ്സ് തീസിസ് പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തത്. ആൻഡ് ഇപ്പം ഇവിടെ വന്നിട്ട് 3 മാസം കഴിയുന്നു. സോ ഏതൊരു മാസ്റ്റേഴ്സ് തീസിസിനെ പോലെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അത് പ്രസൻറ്റ് ചെയ്യും, ഡിഫെൻഡ് ചെയ്യും വേണം. സോ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് നേരെ മാൽമോ ടു സ്കോഫ്ഡയാണ്. ഇതൊരു 1.5 യാത്രയാണ് കേട്ടോ. കാരണം ഡിലേ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു 5 hours എടുക്കും നമ്മളെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് യൂണിവേഴ്സിറ്റി വരെയുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. സ്വീഡന് കേരളത്തിനോട് എന്തോ ഒരു സ്നേഹമുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ മിക്ക സമയവും ഇപ്പം ഞാൻ കേരളത്തിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നല്ല എൻജോയ് ചെയ്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് വരാനിരിക്കുന്ന പണികളിലെ ആദ്യത്തെ പണി വരുന്നത്. സോ മാൽമോ ടു ഗോതംബർഗ് ട്രെയിൻ ആയിരുന്നു കേട്ടോ ഇത്. ഈ ഗോതംബർഗ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. ഈ സ്റ്റോപ്പ് എത്തുന്നതിൻ്റെ ഒരു 2 സ്റ്റോപ്പ് മുന്നേ ഇവർ ആ ട്രെയിൻ അങ്ങോട്ട് ക്യാൻസൽ ആക്കി. ഇവർ പറയുന്നു ഒരു റീപ്ലേസ്മെൻറ്റ് ബസ് വരും എന്ന്. ഈ റീപ്ലേസ്മെൻറ്റ് ബസ് വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ½ an hour എങ്കിലും ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതിയല്ലോ, ഒരു ട്രെയിനിൽ മൊത്തം ആൾക്കാരെ ഒരിക്കലും ഒരു ബസ്സിൽ കൊള്ളൂലല്ലോ. സോ നമ്മൾ 2ാമത് വന്ന ബസ്സിലാണ് കയറിയത്. സ്വീഡനിൽ വന്നിട്ട് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കാരണം എപ്പോഴും സമാധാനത്തോടെ സീറ്റൊക്കെ കിട്ടി ആയിരുന്നു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫേസ് ഓഫ് സ്വീഡൻ കൂടി കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഗോതംബർഗിൽ നിന്ന് സ്കോഫ്ഡയിലേക്കുള്ള ട്രെയിൻ മിസ്സായി. പക്ഷേ അടുത്ത ഒരു ട്രെയിൻ പിടിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാ ഒബ്സ്റ്റക്കിൾസും കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്ക് മഴ. അതാണ് അവസാനം. ഇനിയൊരു 20 മിനിറ്റും കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പോസ്റ്റർ വാങ്ങാൻ പറ്റില്ല. നാളെ പ്രസൻറ്റേഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഓടുകയാണ്. ഞങ്ങൾ നനഞ്ഞാലും പോസ്റ്റർ നനയരുത് എന്നാണ് ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ വരെ നല്ല വെയിൽ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, നീ ജാക്കറ്റ് എടുക്കുന്നുണ്ടോ? ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പം മനസ്സിലായി ഇവിടുത്തെ വെതർ അത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പം എന്തായാലും ഞങ്ങൾ ഓടിപ്പോട്ടെ. പോസ്റ്ററൊക്കെ വാങ്ങിയിട്ട് ഒന്ന് കിടന്നുറങ്ങണം, ഒന്ന് ബെഡ് കണ്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഞങ്ങളിവിടെ ഒരു Airbnb ബുക്ക് ചെയ്തതാണ്. അതൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിപ്പോൾ പോയിട്ട് പോസ്റ്റർ വാങ്ങട്ടെ. ഓക്കെ. നല്ല നല്ല മഴയാണ്. ഞങ്ങൾ ഒന്നും പറയാനില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊരവസ്ഥ ആർക്കും ഉണ്ടാവരുത്. ജാക്കറ്റും എടുത്തില്ല. അറ്റ്ലീസ്റ്റ് കൊടയെങ്കിലും എടുത്താൽ മതിയായിരുന്നു. ബാഗിലുണ്ടോ? നല്ല മഴയാട്ടോ. ഓടാ. ഡ്രസ്സൊക്കെ നനഞ്ഞ്. അതും ഇത്രയും നേരം ഒരു മഴയും ഇല്ലായിരുന്നു. ഇപ്പൊ എന്താണ്? ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്, ഉറക്കവും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇപ്പം. എല്ലാ തടസ്സങ്ങളും ഇങ്ങനെ അങ്ങോട്ട് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. നാളെ അതൊന്നും ഉണ്ടാവരുതേ. ഞങ്ങൾ സിഗ്നലിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ക്രോസ് ചെയ്യണമെങ്കിലൊക്കെ സിഗ്നലാണല്ലോ. നാട്ടിലാണ് അങ്ങോട്ട് ഓടി ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞ്. അപ്പോൾ മഴയത്ത് നിൽക്കുക. നല്ല മഴയാണ്. അങ്ങനെ കുറേ മഴ കൊണ്ടെങ്കിലും സ്റ്റോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റുള്ളപ്പം ഞങ്ങളവിടെ എത്തിയിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പോസ്റ്റേഴ്സൊക്കെ കളക്ട് ചെയ്തു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യം എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നത് നമുക്ക് 3 o'clock പറ്റുള്ളൂ. അപ്പം അത്ര ടൈമൊന്നും ആവാത്തതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. വിശന്നാൽ നമ്മളല്ലാതാവും എന്ന് പറയൂലേ, അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് കേട്ടോ ലക്ഷ്മി. അവൾ വിശന്നിട്ട് ഞങ്ങൾ വാങ്ങിയൊരു ചിക്കൻ റാപ്പ് ഉണ്ട്, അതിൻ്റെ ഒരു കവറുണ്ട്, അത് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവൾ അങ്ങോട്ട് വലിച്ചൊക്കെ ഊരി എന്തൊക്കെയോ കാട്ടുന്ന കണ്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ഇപ്പോഴൊക്കെ നല്ല വെയിലാട്ടോ പുറത്ത്. നമ്മളെ ഒന്ന് നനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 5 മിനിറ്റ് മഴ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ പുട്ട് കച്ചവടം എന്നുള്ളതുപോലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഷോപ്പിങ്ങിന് കയറി. അവിടെയുള്ള പെർഫ്യൂമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ പെർഫ്യൂം ഒന്നും വാങ്ങിയില്ല, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ഒരു പെർഫ്യൂം കട നടന്നു വരുന്നത് പോലെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടാളും അത്രയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ Airbnb-യിലെത്തി. നല്ല റൂമായിരുന്നു. ഫസ്റ്റ് ഞാൻ പോയി നോക്കുക വാഷ്റൂമിലാണ് കേട്ടോ. നമുക്ക് വാഷ്റൂം നല്ലതാണെങ്കിൽ നമ്മുടെ റൂമും നല്ലതാണെന്നാണ് എൻ്റെ ഒരു എസംഷൻ, അങ്ങനെയാണ്. അപ്പം അത് ഇതുവരെ തെറ്റിയിട്ടില്ല. അപ്പം ഇത് അത്യാവശ്യം നല്ല വാഷ്റൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു മെസ്സല്ലാതെ ഈ റൂം കൊള്ളാമായിരുന്നു കേട്ടോ. ഒരു 1 ഡേക്കുള്ള സ്റ്റേക്കൊക്കെ നല്ല അടിപൊളി ക്ലീനായിരുന്നു, നല്ല റൂമായിരുന്നു. ഇതിപ്പം നിങ്ങൾ നോക്കണ്ട, ഇത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു മെസ്സാണ്. പക്ഷേ ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കാൻ മറന്നുപോയി. അപ്പോഴേക്ക് ഞങ്ങളല്ലേ ആൾക്കാർ, അപ്പോൾ എല്ലാം അത് തീരുമാനമാക്കും. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. ഫ്രിഡ്ജും അവൻ ഉണ്ടായിരുന്നു, കോഫി മെഷീൻ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കൊറിഡോറിലാണ്, ഈ റൂമിൻ്റെ കുറച്ച് അപ്പുറത്തേക്കാണ്. അത് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു 1 day 2 day സ്റ്റേക്കൊക്കെ പറ്റിയ ഒരു റൂമായിരുന്നു കേട്ടോ. ഇനി ഞാൻ നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങട്ടെ, പിന്നെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കാനുണ്ട്. നമുക്ക് നാളെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്നാണ് എൻ്റെ മാസ്റ്റേഴ്സ് തീസിസ് പ്രസൻറ്റേഷൻ. ആൻഡ് അതിൻ്റെ നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. ആൻഡ് പക്ഷേ രാവിലെ തന്നെ ഞാൻ അലാം അടിച്ചപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റപ്പം ഫസ്റ്റ് ഓഡിയോ അമ്മേൻ്റെതായിരുന്നു കേട്ടോ, അതായത് അരുണിൻ്റെ അമ്മേൻ്റെത്. അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും പാസ്സാവും, ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഞാനിന്ന് എഴുന്നേറ്റത്. സോ നമുക്ക് വിചാരിക്കാം ഇന്നലത്തെ പോലെ എല്ലാം കൊളായി പോകാതെ ഇന്ന് എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കുമെന്ന് വിചാരിക്കാം. അങ്ങനെ യൂണിവേഴ്സിറ്റി എത്തി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് സെഷൻ എക്സാം കഴിഞ്ഞു. കാരണം എക്സാമിനറും ഞാനും മാത്രമുള്ള ഒരു സെഷനാണത്. അതായത് നമ്മൾ ഓറൽ പ്രസൻറ്റ് ചെയ്യും, അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ നമ്മൾ ആൻസർ പറഞ്ഞാൽ പാസ്സാവും. ഇതാണ് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം. പാസ്സായിട്ടോ, പാസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഓൾറെഡി അവർക്ക് പറയാൻ പറ്റില്ല, ഗ്രേഡൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു എക്സാമിനറായിരുന്നു കേട്ടോ. അപ്പം അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അയാൾ എന്നോട് ഇങ്ങനെ കാണിച്ചു. അപ്പം പാസ്സായി എന്നുള്ള ഒരു അർത്ഥത്തിൽ. ലക്ഷ്മിക്കും എനിക്കും സെയിം എക്സാമിനർ ആയതുകൊണ്ട് തന്നെ ഇതാ റെഡി ആയിട്ട് പോകുന്നുണ്ട്. എന്തിനകത്ത് റെഡി ആവുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ മെയിൻ എക്സാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തു. കാരണം കുറേ ആയി സ്ട്രെസ് അടിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹർഷനി എന്നെ കാണാൻ വന്നു. അവൾ ശ്രീലങ്കയിൽ നിന്നാണ്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. സോ അവൾ എന്നെ കാണാവുന്നതായിരുന്നു. ഇനിയിപ്പം എപ്പോഴാണ് കാണാമെന്നൊന്നും അറിയില്ലല്ലോ. അവൾ 2 year കോഴ്സാണ്. സോ അതാണ് ഇപ്പം എൻ്റെ കൂടെ ഇല്ലാത്തത്. അങ്ങനെ എൻ്റെ ഗോസിപ്പ് പാർട്ട്ണറാണ് കേട്ടോ ഹർഷനി. ഭയങ്കര ഒരു വൈബാണ് അവളെ കൂടെ സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. ഫോർ ദ ടൈം ബീങ് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. സോ നെക്സ്റ്റ് ലഞ്ച് കഴിഞ്ഞിട്ടാവാം പോസ്റ്റർ സെഷൻ എന്ന് വിചാരിച്ചു. കാരണം ഒരു 2 o'clock നമുക്ക് പോസ്റ്റർ സെഷൻ തുടങ്ങും. സോ അതിൻ്റെ മുന്നേ നമ്മൾ ലഞ്ച് കഴിച്ചില്ലെങ്കിൽ 5 വരെ ലഞ്ച് കഴിക്കാൻ പറ്റില്ല, പിന്നെ അത് ഡിന്നറായി മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതേ പോസ്റ്റർ പ്രസൻറ്റേഷൻ്റെ ടൈമായി. സോ നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർ നമ്മളടുത്ത് വന്നിട്ട് നമ്മളെ പ്രൊജക്റ്റ് എന്താ നമ്മൾ ചെയ്തത് ചോദിക്കും. അതേപോലെ നമ്മളെ എക്സാമിനറും നമ്മളടുത്ത് വരും. ഇപ്പോൾ എൻ്റെ ഒപ്പോണൻറ്റ് ലക്ഷ്മീൻ്റെ ഒപ്പോണൻറ്റ് ഞാനുമാണ്. അത് അങ്ങനെ ആയി വന്നതാട്ടോ. നമ്മളത് ഹാപ്പി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ആദ്യം ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്ത്. അപ്പം ആ ക്വസ്റ്റ്യനാണ് ലക്ഷ്മീനോട് ചോദിച്ചതും ഞാൻ ലക്ഷ്മീനോട് ചോദിച്ചതും. പക്ഷേ ക്വസ്റ്റ്യൻസ് അറിയാത്ത എത്രയോ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ടെൻഷൻ അടിച്ച് നിൽക്കണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. വേറൊരു കോമഡി നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിനർ ഇല്ലേ, അതായത് രാവിലെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു എക്സാമിനർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വന്നിട്ട് നമ്മളോട് ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, നമ്മളെ പ്രസൻറ്റേഷൻ കേൾക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ എക്സാമിനർ വന്നു, ഞങ്ങൾ ഒപ്പോസിഷനൊക്കെ കേട്ടു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിക്കുകയാണേ,
നല്ല ജ്വല്ലറിയാണ് ഇട്ടേക്കുന്നത്. അതെന്താ മ്യൂസിക്കിൻ്റെ എന്തോ ഒരു സിമ്പിളാണല്ലോ ആ ലോക്കറ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എന്തോ വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണെന്നുള്ളൊരു പേടിച്ചിട്ടൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. പക്ഷെ അവർ ലോക്കറ്റിൻ്റെ കാര്യമൊക്കെയാണ് ചോദിച്ചത്. പിന്നെ അത് അവിടെ ഒരു വലിയൊരു കോമഡിയായി മാറി. ആ തിരിഞ്ഞ് നടന്നു പോയതാണ് കേട്ടോ എൻ്റെ എക്സാമിനർ. അവരത്രയും കൂളാണ് ആ എക്സാമിനർ. സോ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ തന്ന ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ഗൂഗിളിലൊക്കെ നോക്കി ആ മ്യൂസിക്കിൻ്റെ സിമ്പിൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് സ്വീഡിഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആക്കിയിട്ടൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. സോ നല്ല കൂളായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി പോസ്റ്റർ പ്രസൻറ്റേഷനും. സോ ഇപ്പം തന്നെ ഒരു 5 o'clock ഒക്കെ ആയിരുന്നു ഈവനിങ്. സോ ഞങ്ങൾക്ക് ഇനി എല്ലാം കെട്ടിപ്പറിക്കി മാൽമൂലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. ഇത്രയും സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി. ജീമ്പൂമ്പയോ നീ അടുത്ത സെന്റൻസ് എന്താണ്? ജീമ്പു ചേമ്പ് 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 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചേമ്പ് നമ്മള് കറി വെക്കുന്നതാണല്ലേ. ചേമ്പിനെന്തോ ഒരു പണ്ട് നമുക്ക് പഠിക്കാണ്ടിരുന്നല്ലോ എന്തോ ഒരു ചേമ്പിനെ കുറിച്ചിട്ട് എന്തോ ഒരു സാധനം. ചേമ്പ് താളല്ലാന്നോ താളുകറി അല്ലാന്നോ താളുകറി എന്തോ ഒന്നുണ്ട് അങ്ങനെ മലയാളത്തിലോ എന്തോ ഉണ്ട്. അതറിയുന്നവര് കമന്റ് ചെയ്യാന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലെയല്ല. അപ്പം ഇന്ന് ഞാൻ രാവിലെ വന്നത്, ഇപ്പം ഞാൻ നിൽക്കണമെന്ന് നോക്കില്ല. രാവിലെ എന്തെങ്കിലും കരച്ചിലും ബഹളവും സ്ട്രെസ്സായിട്ട് വന്നു. പക്ഷെ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ സ്ട്രെസ് അടിച്ചുകൊണ്ട് നമുക്ക് നല്ല പോസിറ്റീവ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൽ ആയിപ്പോയിട്ടോ. എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോകാൻ പോകും. 5 ദിനം കാണണം. ഗോതമ്പ് വിളിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് വേറൊന്നുമില്ല. ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. നല്ലൊരു പഴംപൊരിയും ചായയും കിട്ടിയിരുന്നെങ്കിൽ. ചായയും പഴംപൊരിയും ഒന്നും ഇല്ലെങ്കിലും ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി. സോ ഇത് കഴിഞ്ഞ് നേരെ ഗോതമ്പ് ആരാ വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ അഞ്ചിത മോള്. എങ്ങനെയുണ്ട്? അവളോട് ചോദിക്കാം, അവള് കഥകൾ പറഞ്ഞു. ഞാൻ ആദ്യം വന്ന് കഥ പറഞ്ഞു തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇത്. അവർ തന്നെയാണ് അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് പോകുമ്പം ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ ഒരു ജേർണിയും കൂടിയാണ് എൻഡ് ചെയ്യുന്നത്. BEd കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പഠിക്കൂല അത്. പക്ഷേ നമ്മളെ ലൈഫ് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും എൻ്റെ ലൈഫിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്ററും കൂടി ആഡായി. ഈ ഒരു ജേർണി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ പല ലെസൺസും ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എന്തായാലും ഒരു ബെറ്റർ വേർഷൻ ഓഫ് എന്നെ സ്വീഡൻ ക്രിയേറ്റ് ചെയ്തെടുത്തു എന്ന് പറയാം. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.